ചർച്ച ചെയ്യപ്പെടും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആദ്യം അറിയുന്നത്. അല്ല, ഇത് അങ്ങനെ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ചർച്ച ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്ത സിനിമ അല്ലത്. ഈ സിനിമ ആ കാലഘട്ടത്തിൽ നടന്ന, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ സൂചിപ്പിച്ച പോലെ ആ കാലഘട്ടത്തിൽ നടന്ന, ഇപ്പൊ നമ്മളാണ് ആ കാലഘട്ടത്തിൽ ജീവിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളിവിടെ ഒരു യുദ്ധം നടക്കുന്നു, അല്ലെങ്കിൽ ഒരു വലിയ ഇഷ്യൂ നടക്കുന്നു, അല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് നിഷ്കളങ്കരായിട്ടുള്ള കുറെ ആളുകൾ ഉണ്ടായിരിക്കും. അവരുടെ ഒരു മാനസിക സംഘർഷങ്ങൾ ആരും ചിലപ്പോൾ കണ്ടെന്ന് വരില്ല. അങ്ങനത്തെ ഒരു ദരിദ്രനായ അല്ലെങ്കിൽ ഒരു ഫിസിക്കലി അത്ര ഫിറ്റ് അല്ലാത്ത ഒരാള് ആ കാലഘട്ടത്തിൽ ഇത്തരം ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് ജീവിക്കാൻ എന്ത് ചെയ്യണം? ആ ലഹളയിൽ ചേരണോ, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കണോ, എങ്ങനെ നിന്നാൽ ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്ന ഒരു ആത്മസംഘർഷം ഉണ്ട് അദ്ദേഹത്തിന്. ആ ആത്മസംഘർഷവും അതിന്റെ ഒപ്പം തന്നെ സഞ്ചരിക്കുന്ന ഒരു പ്രണയമാണ് ഈ സിനിമ പറയുന്നത്. പിന്നെ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ ഹിന്ദു മുസ്ലിം സംഘർഷമില്ലാതെ ഈ സിനിമ എങ്ങനെ ചർച്ച ചെയ്യുന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഈ സിനിമ ചെയ്തിട്ടുള്ളത് ഒരു സംഘർഷത്തിന്റെ ഒരു ആംഗിളിലല്ല. ഈ സിനിമയിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു വെടി, ഇടി, പുക ഈ സാധനങ്ങൾ ഇല്ല ഈ സിനിമയിൽ. ഒരു ബ്ലഡ് പോലും ഈ സിനിമയിൽ ഇല്ല എന്നുള്ളതാണ്. ഒരു പട്ടാളക്കാരെ കൂട്ടിന്റെ ശബ്ദമോ വെടിവെച്ചോ ഈ സിനിമയിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല. അപ്പൊ അതില്ലാതെ തന്നെ ഈ മലബാർ കലാപത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരു മനോഹരമായ സിനിമ എങ്ങനെ പറയാമെന്നുള്ളതാണ് ഈ സിനിമയിലൂടെ നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ ലഹള കടന്നു വരുമോ, അല്ലെങ്കിൽ ഒരു സംഘർഷം കടന്നു വരുമോ, അങ്ങനെ ഉണ്ടല്ലോ. ഒരു ഭീതിയോട് കൂടിയിട്ട് ഒരു മനുഷ്യന് ജീവിക്കേണ്ടി വരിക. നമ്മളവിടെ ഇല്ലെങ്കിൽ പോലും മറ്റൊരു സ്ഥലത്ത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിലേക്ക് വരുമോ എന്ന് പറയുന്ന ഒരു ഭയത്തോടു കൂടി ജീവിക്കുന്ന ഒരു നിഷ്കളങ്കരായിട്ടുള്ള കുറെ ആളുകളുള്ള ഒരു ഗ്രാമത്തിന്റെ കഥയാണ്. ആ ഗ്രാമത്തിൽ നടക്കുന്ന ഒരു ലഹള ഉണ്ടോ എന്ന് ചോദിച്ചാൽ ലഹള എവിടെയോ നടക്കുന്നു, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിലേക്ക് വരാം എന്നാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. അല്ലാതെ ഒരു ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്റ്റ് അല്ല ഈ സിനിമയിലൂടെ നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെ പറയുന്ന സിനിമകളാണ് മലബാർ കലാപത്തിനെ ബേസ് ചെയ്തിട്ട് വന്ന സിനിമകൾ. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് വലിയൊരു ടെസ്റ്റ് അല്ലെങ്കിൽ ഇഷ്യൂ ഉണ്ടാവുന്ന ഒരു വലിയൊരു സബ്ജക്ട് ഒരു കട്ടിങ് പോലും ഇല്ലാതെ, ഒരൊറ്റ കട്ടിങ് പോലും ഇല്ലാതെ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ യു സർട്ടിഫിക്കറ്റ് അടിച്ചെന്ന ഒരു സിനിമയാണ് ജഗള എന്ന് പറയുന്നത്. അപ്പോ എല്ലാവരും ഇപ്പോ എന്താ പറയാ, അലിയപ്പുറം മൂവി അല്ലെങ്കിൽ വേറെ കുറെ സിനിമകൾ അനൗൺസ് ചെയ്തായിരുന്നു. അത്തരം സിനിമകളിൽ നിന്ന് മാറിയിട്ടാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും കണ്ടിരിക്കാവുന്ന രസകരമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. അല്ലാതെ ഈ പറയുന്ന ഈ വിവാദങ്ങളൊന്നും അതിനെ മാച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ല ഈ ടൈറ്റിലേക്ക് എത്തിയിട്ടുള്ളത്. ഒരുപാട് ബഡ്ജറ്റ്, കാരണം അത്രയും CG അത്തരം ഗ്രാഫിക്സ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ആ കാലഘട്ടം ക്രിയേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ അത്രയും വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉള്ള സെറ്റുകൾ ഇട്ടിട്ടാണ് സിനിമകൾ ചെയ്യുന്നത്. ഇതങ്ങനെയല്ല, ഇത് താരതമ്യേന വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ ഈ ഒരു 100 വർഷത്തെ ഒരു കാലഘട്ടം റീക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടർ എന്നുള്ള ഇതിൽ വളരെ ചലഞ്ചിങ് തന്നെയാണ്. പക്ഷെ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കഥ നടക്കുന്ന ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ ഒരു മലബാർ വള്ളവനാട് ഏരിയ എന്ന് പറയുന്ന അവിടെ തന്നെയായിരുന്നു ഞാൻ അവിടെയാണ് ജനിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ലൊക്കേഷൻസ് ഒക്കെ എനിക്ക് ഏറെക്കുറെ അറിയായിരുന്നു. അപ്പൊ അത് കണ്ടെത്താനൊക്കെ ഒരുപാട് സമയം എടുത്തിട്ടാണ്, പെട്ടെന്ന് നമ്മളൊരു സിനിമയിലേക്ക് എത്തിയല്ല. ഈ സിനിമയുടെ തിരക്കഥ അല്ലെങ്കിൽ അതിന് പൂർത്തിയാക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഇതിന്റെ എവിടെയൊക്കെ ഈ സിനിമ ചിത്രീകരിക്കാൻ പറ്റും, എവിടെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ധാരണയോട് കൂടി തന്നെയാണ് ഈ സിനിമയെ സമീപിച്ചത്. അപ്പോൾ ഇതിൽ തന്നെ കുഞ്ഞാത്തു എന്ന് പറയുന്ന ക്യാരക്ടർ അറിയാം, ഒരു മുസ്ലിം സമുദായത്തിലെ മിക്കവാറും മോളിലുള്ള ക്യാരക്ടർ കൂടി ആകുമ്പോൾ മേക്ക് ഓവർ അത്യാവശ്യമായിരുന്നു. ആ രീതിയിലുള്ളൊരു കറക്റ്റ് പിക്ചർ എനിക്ക് സൂര്യദേവൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഫോണിലൂടെ സംസാരിക്കുമ്പോൾ പോലും ഇങ്ങനെയാണ് തട്ടുന്നത്, അപ്പോൾ ഈ മുടി ഹൈറ്റായിട്ടായിരിക്കും, പിന്നെ നീളമുള്ള മുടിയാണ്, എപ്പോഴും പിന്നീട് അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇതുവരെ ചെയ്തിട്ടുള്ള സിനിമയിലാണെങ്കിൽ നമ്മളുടെ ഒരു മാനറിസം അല്ലെങ്കിൽ നമ്മളുടെ ഒരു സംസാരം പോലും അല്ലെ, ഒരു എന്താ പറയാ, മലബാറിലുള്ള മുസ്ലിം നിങ്ങളെ ഒരു ഇതൊക്കെ പറയുന്ന സാധനമുണ്ട്. അത് ഞാൻ കോഴിക്കോട് നിന്നായതുകൊണ്ട് അതിന്റെ ചെറിയൊരു ഉണ്ട് എനിക്ക്. പക്ഷെ എന്നാലും കുറച്ചുകൂടെ പഴയ രീതിയിലുള്ള സംസാരമായിരുന്നു. അപ്പൊ അതിനൊക്കെ ഒരു ട്രെയിനിങ് തന്നിട്ടുണ്ടായിരുന്നു. ഓരോ ഡയലോഗാണെന്നുണ്ടെങ്കിലും ലുക്സിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ കൃത്യമായിട്ടൊരു പാറ്റേൺ കാര്യങ്ങളുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് അടങ്ങി ഒതുങ്ങി സിനിമ ചെയ്യാൻ തുടങ്ങിയ ഒരു ടാസ്കായിരുന്നു. കാരണം ഞാനെപ്പോഴും ഭയങ്കര എന്താ പറയാ, ഓടിച്ചാടി ഇങ്ങനെ നടക്കുന്ന ഒരാളാണ്. അപ്പൊ ഒരു ചാലഞ്ച് ഞാൻ പറയില്ല, ഞാൻ ഇഷ്ടത്തോടുകൂടി ചെയ്തൊരു സിനിമയാണ്. ജിതേഷ് പണിക്കർ ചേർന്നിട്ടാണ് ഞങ്ങൾ ഈ സിനിമ നിർമ്മിച്ചത്. മനോജ് പണിക്കർ, ജിതേഷ് പണിക്കർ. മനോജ് പണിക്കർ ഞങ്ങൾ ഇവിടെ നിന്നാണ് വിളിക്കാം എൻ്റെ അനിയൻ.
അപ്പൊ അദ്ദേഹം നമ്മളുടെ അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അതിൽ ഞങ്ങളൊക്കെ കൂടെ നിന്നു. അദ്ദേഹം നമ്മൾ വിട്ടു പിരിഞ്ഞെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ എന്താ പറയുക, ഈ സിനിമ വളരെ നല്ല രീതിയിൽ പോകും എന്നുള്ള ഉറപ്പോട് കൂടിയിട്ട് തന്നെയാണ് ഞങ്ങൾ തിയേറ്ററിൽ ഇറക്കുന്നത്.